Hi everyone, welcome to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് മൂസ് ആണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് സീഡ്സ് ഇല്ലാത്തത് 1/2 കപ്പ്, സീഡ്സ് ഉള്ളത് 1/2 കപ്പ്, പൗഡേർഡ് ഷുഗർ 8 ടേബിൾസ്പൂൺ, ജലാറ്റിൻ 1 ടേബിൾസ്പൂൺ, വിപ്പിംഗ് ക്രീം 1/2 കപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് 1 ടേബിൾസ്പൂൺ ജലാറ്റിൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് പൗഡർ ഇടാം. അതിലേക്ക് 2 ടേബിൾസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത് ക്രീം രൂപത്തിലാവും. ഇനി ക്രീമായ വിപ്പിംഗ് പൗഡർ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫായിട്ടുള്ളൊരു പേസ്റ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിലേക്ക് 5 ടേബിൾസ്പൂൺ പൗഡേർഡ് ഷുഗർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ജലാറ്റിൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത്. അത് നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ 1.5 ടീസ്പൂൺ ജലാറ്റിൻ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിലേക്ക് ചേർക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മിക്സ് സെറ്റ് ചെയ്യണം. അതിനു വേണ്ടി ഒരു ചെറിയ ഗ്ലാസ് എടുക്കുക. അതിലേക്ക് കുറച്ച് മിക്സ് ഒഴിച്ചു കൊടുക്കുക. അത് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് സീഡ്സ് ഉള്ള ജ്യൂസിലേക്ക് 3 ടേബിൾസ്പൂൺ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം ബാക്കിയുള്ള ജലാറ്റിൻ ഒന്നുകൂടെ മെൽറ്റ് ചെയ്തിട്ട് അതിന്ന് 1.5 ടീസ്പൂൺ ആ സീഡ്സിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ബേസ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ സീഡ്സ് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതും ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ സെറ്റ് ചെയ്യണം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് മൂസ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടാണിത്. എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.